ഹായ് ഓൾ, വിട്ടുമാറാത്ത ഷോൾഡർ പെയിനെ പറ്റി ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഫ്രോസൺ ഷോൾഡർ, അതായത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റൊക്കെ സ്റ്റിഫായി പോകുന്ന ഒരവസ്ഥ, അതിനെപ്പറ്റിയും റൊട്ടാറ്റാർ കഫ് മസിലിൻ്റെ ഇഞ്ചുറിയെ പറ്റിയുമൊക്കെയുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് വേറൊരു കണ്ടീഷനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷോൾഡർ ജോയിൻ്റ് ഉയർത്തി ചില ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവുക. അപ്പോൾ പേഷ്യൻ്റെ അടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ഓവർ ഹെഡ് ആക്ടിവിറ്റി ആയിരിക്കും കൂടുതലായിട്ട്. അങ്ങനെ ചില സ്പെസിഫിക് മൂവ്മെൻറ്റിൽ ചില ആക്ടിവിറ്റിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ പെയിൻ അഗ്രവേറ്റ് ചെയ്യപ്പെടുക, പ്രത്യേകിച്ചും ഷോൾഡർ ജോയിൻ്റെ മുകൾ ഭാഗത്തായിട്ടോ പുറകുഭാഗത്തായിട്ടോ വേദന പറയുക. ഷോൾഡർ ജോയിൻറ്റ് നമുക്ക് ചലിപ്പിക്കാനൊക്കെ സാധിക്കും, പക്ഷേ ഷോൾഡറിനെ ചുറ്റി മിക്കവാറും ഒരു ഡൾ ഏക്ക്, പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡൾ ഏക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ കൈ ഉയർത്തി നമ്മൾ എന്തെങ്കിലും വെയിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക, ഒരു ബോൾ എറിയുന്ന പൊസിഷനിലോട്ട് വരിക, ഈ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന പൊസിഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഈ പെയിൻ അഗ്രവേറ്റ് ചെയ്യപ്പെടുക. ഇതുകൂടാതെ ഇങ്ങനത്തെയുള്ള മൂവ്മെൻറ്റിൽ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു സെൻസേഷൻ ഉണ്ടാകുക, ഒരു സ്നാപ്പിംഗ് സെൻസേഷൻ ഉണ്ടാകുക, അതൊരു ക്ലിക്കായിട്ടോ ഒരു ഗ്രൈൻഡായിട്ടോ ഒക്കെ ഫീൽ ചെയ്യുക. സ്നാപ്പിംഗ് സ്കാപ്പുല സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ അവസ്ഥയിൽ കൈയുടെ എല്ലാ മൂവ്മെൻറ്റും അഫക്റ്റ് ആകണമെന്നില്ല, എന്നാൽ ചില സ്പെസിഫിക് മൂവ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡിസ്കംഫോർട്ട് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ഇങ്ങനെ കൈയൊക്കെ ഉയർത്തി ചെയ്യുമ്പോഴത്തേക്കും സ്കാപ്പുലയുടെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് ഉണ്ടാകും, ഒരു സ്നാപ്പിംഗ് സൗണ്ട്. ഈ സ്നാപ്പിംഗ് സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിനെ നമ്മൾക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഈ പെയിൻ സാധാരണയായിട്ട് ഷോൾഡർ ജോയിൻറ്റിൽ നേരിട്ട് വരണമെന്നില്ല, മറിച്ച് ഷോൾഡർ ബ്ലേഡിൻ്റെ ചുറ്റുമുള്ള ഭാഗത്താണ് ഇത് വരാൻ സാധ്യത. പക്ഷേ ഈ പെയിൻ കാരണം ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ് കുറയുകയും മൊത്തത്തിൽ ഷോൾഡർ ജോയിൻറ്റിന് ഒരു ഡിസ്കംഫോർട്ട് തോന്നുകയും ചെയ്യും. ഷോൾഡർ ജോയിൻറ്റിൻ്റെ അനാട്ടമി നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കിപ്പോൾ ഈ പിക്ചറിൽ കാണാം, സ്കാപ്പുല എന്ന് പറഞ്ഞൊരു ബോൺ കാണാം. അതായത് നമ്മുടെ അപ്പർ ബാക്കിൻ്റെ ഭാഗത്തായിട്ട് കാണുന്ന ഫ്ലാറ്റായിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പുള്ള ഒരു ബോണാണിത്. ഷോൾഡർ ജോയിൻറ്റിൻ്റെ സ്റ്റെബിലിറ്റി നൽകുന്നതും നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നതും സ്കാപ്പുല എന്ന് പറഞ്ഞ ഈ ബോണാണ്. ഷോൾഡർ ജോയിൻ്റ് എന്ന് നമ്മൾ പറയുന്ന ഗ്ലീനോ ഹ്യൂമറൽ ജോയിൻറ്റ്, അത് എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഈ സ്കാപ്പുലയുടെ ഗ്ലീനോയിഡ് ക്യാവിറ്റിയിലേക്ക് നമ്മുടെ ഈ കൈയുടെ ബോണുണ്ട്, അതായത് ഹ്യൂമറസ്, അതിൻ്റെ ഹെഡ്, അവ തമ്മിൽ ചേർന്ന് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റാണ് ഉണ്ടാകുന്നത്. ഈ ഷോൾഡർ പെയിനും അല്ലെങ്കിൽ ഈ സ്കാപ്പുലയുടെ ഭാഗത്തുള്ള വേദനയൊക്കെ ആയിട്ട് വരുന്നവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സ്കാപ്പുലർ ഡിസ്കൈനേഷ്യ എന്ന് പറയുക, അതായത് ഷോൾഡർ ബ്ലേഡിൻ്റെയോ അതിൻ്റെ പൊസിഷനിലോ മൂവ്മെൻറ്റിലോ ഉണ്ടാകുന്ന ഒരു അബ്നോർമാലിറ്റിയാണിത്. ഷോൾഡർ ഡിസ്കൈനേഷ്യ ഉണ്ടാകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഷോൾഡർ പെയിൻ ഉണ്ടാകും, ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും, ഒരു ഷോൾഡർ മറ്റൊന്നിനേക്കാൾ ഉയർന്നിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസാണ്. ഈ അവസ്ഥയിൽ ഷോൾഡർ മൂവ്മെൻറ്റ് സമയത്ത് സ്കാപ്പുലയുടെ നോർമൽ റിതം, ആ മൂവ്മെൻറ്റിൽ കുറച്ച് മാറ്റം സംഭവിക്കുന്ന ഒരവസ്ഥയാണിത്. എവിടെ നിന്നാണ് ഈ സ്നാപ്പിംഗ് സൗണ്ട് ഉണ്ടാകുന്നത്? ബോൺ ഇറഗുലാരിറ്റീസ്, അതായത് സ്കാപ്പുലയിലോ റിബിലോ ഉള്ള ചെറിയ വളവുകളോ മുഴകളോ ഓസ്റ്റിയോകോൺട്രാമസോ ഒക്കെ ഈ ഉരസലിന് കാരണമാകാം. രണ്ടാമതായിട്ട് സ്കാപ്പുലയെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മസിൽസ് ഉണ്ട്, അതിനുണ്ടാകുന്ന വീക്ക്നെസ് അല്ലെ ടൈറ്റ്നെസ്, അതായത് മസിൽ ഇൻബാലൻസ് മറ്റൊരു കാരണമാണ്. ഇതുകൂടാതെ സ്കാപ്പുലയ്ക്കും റിബ് കേജിനും ഇടയിലുള്ള ബേഴ്സ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് സാക്കാണ്, അതിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനും ഇതിന് കാരണമാകും. ഏതൊക്കെ മസിൽസാണ് ഈ കണ്ടീഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട മസിൽസാണ് നമ്മൾ ഈ പറയുന്നത്. ഫസ്റ്റ് മസിലാണ് ഷോൾഡർ ബ്ലേഡിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനും റിബ് കേജിനെ ചേർത്ത് നിർത്താനും സഹായിക്കുന്ന സെറാറ്റസ് ആൻറ്റീരിയർ മസിൽ, അല്ലെങ്കിൽ ബോക്സേഴ്സ് മസിൽ എന്ന് പറയും. ഇതാണ് ഈ പഞ്ചിങ് മൂവ്മെൻറ്റ് ചെയ്യുന്ന മസിൽ. റോംബോയിഡ് മേജർ ആൻഡ് മൈനർ എന്ന് പറയുന്ന രണ്ട് മസിൽസ് ഉണ്ട്. ഇവ ഒരുമിച്ച് ഒരേപോലുള്ള ഫംഗ്ഷനാണ് ചെയ്യുന്നത്. സ്കാപ്പുലയെ റിട്രാക്റ്റ് ചെയ്യാനും, അതായത് സ്പൈനിലേക്ക് വലിക്കാനും, ഡൗൺവേർഡ് റൊട്ടേറ്റ് ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനുമായിട്ടാണ് ഈ മസിൽ സഹായിക്കുന്നത്. ട്രപ്പീസിയസ് മസിൽ, അതായത് കഴുത്ത് മുതൽ നമ്മുടെ മിഡ് ബാക്ക് വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ മസിലാണിത്. ഇത് സ്കാപ്പുലയുടെ പല മൂവ്മെൻറ്റിലും സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിനായിട്ട് എലിവേഷൻ, അതായത് ഷോൾഡർ നമ്മൾ ഷ്രഗ് ചെയ്യുക, അതുപോലെ തന്നെ ഷോൾഡറിനെ ഡിപ്രസ് ചെയ്യുക, റിട്രാക്റ്റ് ചെയ്യുക, അതായത് ഷോൾഡറിനെ പിന്നോട്ട് വലിക്കുന്നത്, അപ്വേർഡ് റൊട്ടേഷൻ എന്നിങ്ങനെയൊക്കെയുള്ള പല മൂവ്മെൻറ്റും ഈ ട്രപ്പീസിയസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സ്നാപ്പിംഗ് സ്കാപ്പുലർ സിൻഡ്രോം ഉണ്ടാകുമ്പോൾ ട്രപ്പീസിയസ് മസിൽ വളരെ ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വീക്ക് ആകുന്നു. അത് സ്കാപ്പുലയുടെ നോർമൽ മൂവ്മെൻറ്റിനെ മാറ്റുകയും റിബ് കേജിൽ തട്ടി ഈ സ്നാപ്പ് അല്ലെങ്കിൽ ഒരു ക്ലങ്ക് സൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു.
അടുത്ത ഒരു മസിലാണ് ലിവാറ്റർ സ്കാപ്പുല. ഈ മസിലിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷൻ എന്ന് പറയുന്നത് അത് സ്കാപ്പുലയെ ലിഫ്റ്റ് ചെയ്യാനും നെക്ക് മൂവ്മെൻറ്റുമാണ് സഹായിക്കുന്നത്. ഈ സിൻഡ്രം വരുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു, ഈ മസിൽ ടൈറ്റ് ആകുന്നു അല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് ആകും. ഇത് സ്കാപ്പുലയെ മുകളിലോട്ടും മുന്നോട്ടും വലിക്കുന്നു. അങ്ങനെ സ്കാപ്പുലർ മൂവ്മെൻറ്റിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യുന്നു. ഈ സ്നാപ്പിംഗ് സെൻസേഷന് കാരണമാകുന്നതും അതുതന്നെയാണ്. സ്നാപ്പിംഗ് സിൻഡ്രം ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് പേഷ്യൻറ്റിൻ്റെ പെയിനെയും പേഷ്യൻറ്റിൻ്റെ ഡെയിലി ലൈഫിനെയും എങ്ങനെ ബാധിക്കുന്നുവെന്നും മനസ്സിലാക്കാനായിട്ട് ഒരു കെയർഫുൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സാമിനേഷനും ഡയഗ്നോസ്റ്റിക് ഇമേജിങ്ങും ഒക്കെ ആവശ്യമാണ്. എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു നല്ലൊരു മാനേജ്മെൻറ്റ് പ്ലാൻ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ആണ്. ആ എക്സർസൈസിനെ പറ്റി, ആ മസിൽസിനെ പറ്റിയും വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതുകൂടാതെ ഇപ്പോൾ പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോതെറാപ്പി മൊഡാലിറ്റി, തെർമോതെറാപ്പി മൊഡാലിറ്റി, സോഫ്റ്റ് ടിഷ്യൂ റിലീസ്, അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളും ഫിസിയോതെറാപ്പിസ്റ്റ് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് കൊടുക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ പ്രിവെൻഷൻ. ചില സ്പെസിഫിക് മെഷേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ സ്കാപ്പുലോതൊറാസിക് ജോയിൻറ്റിലെ അമിതമായ സ്ട്രെയിൻ കുറയ്ക്കാൻ സഹായിക്കും. അതിനുവേണ്ടി പോസ്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ലംബിങ് ഒഴിവാക്കുക. സ്കാപ്പുലാർ മസിൽസിൻ്റെ സ്ട്രെങ്ത്തും ഷോൾഡർ ജോയിൻറ്റ് ചുറ്റുമുള്ള മസിൽസും സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്കാപ്പുലാർ ഡിസ്കൈനേഷ്യയും സ്നാപ്പിംഗ് സ്കാപ്പുലാർ സിൻഡ്രോം, ഈ ഷോൾഡർ പെയിനും ഒക്കെ ഉള്ളവർ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ശരിയായ രീതിയിൽ അവരുടെ പ്രോബ്ലത്തെ ഇവാലുവേറ്റ് ചെയ്ത് വിലയിരുത്തേണ്ടതാണ്. അതിനുശേഷം ഏത് മസിൽസാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്, നമ്മളിപ്പോൾ സ്നാപ്പിംഗ് സ്കാപ്പുലാർ സിൻഡ്രത്തിൽ വീക്കായിട്ടുള്ള മസിൽസിനെ പറ്റി പറഞ്ഞു. ആ മസിൽസിൻ്റെയൊക്കെ സിമ്പിളായിട്ടുള്ള സ്ട്രെങ്തനിങ് ആണ്. പക്ഷേ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്ട്രെങ്തനിങ് ചെയ്യുക. ഒന്നാമത്തെ മസിലായ സെറാറ്റസ് ആൻറ്റീരിയർ മസിൽ, ഇതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു എക്സസൈസാണ് പുഷപ്പ് പ്ലസ് എന്ന് പറയുന്നത്. ഈ എക്സർസൈസിൽ നമ്മൾ സാധാരണ പുഷപ്പ് പോലെ തുടങ്ങും. എന്നിട്ട് പുഷപ്പിൻ്റെ മുകളിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡർ ബ്ലേഡ് പരസ്പരം അകറ്റി നമ്മുടെ അപ്പർ ബാക്കിനെ ഈ സീലിങ്ങിലേക്ക് ഒന്ന് തള്ളാനായിട്ട് നോക്കും. ഇത് സെറാറ്റസ് ആൻറ്റീരിയർ മസിലിനെ എൻഗേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് റോംബോയിഡ്സ് മേജർ ആൻഡ് മൈനർ ആണ്. ഈ കാണുന്ന എക്സർസൈസൊക്കെ അതിന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത മസിലാണ് ട്രപ്പീസിയസ് മസിൽ. എല്ലാ മസിൽസിനും ഒത്തിരി പലതരത്തിലുള്ള എക്സർസൈസ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. കൈകളിൽ വെയിറ്റ് പിടിച്ചിട്ട് തോളുകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക. ഇത് പതുക്കെ താഴോട്ട് കൊണ്ടുവരിക. ഇത് ട്രപ്പീസിയസ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കും. ട്രപ്പീസിയസ് മസിലിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഷോൾഡർ എലിവേഷൻ അല്ലെങ്കിൽ ഷ്രഗിങ് എന്ന് പറയും. ഈ ആക്ഷനെ അസിസ്റ്റ് ചെയ്യുന്ന മറ്റൊരു മസിലാണ് ഈ ലിവാറ്റർ സ്കാപ്പുല. അതുകൊണ്ട് ആ എക്സർസൈസ് ചെയ്യുമ്പോൾ തന്നെ ഈ മസിലിനും സ്ട്രെങ്തനിങ് കിട്ടുന്നതാണ്. അതുകൂടാതെ ധാരാളം എക്സർസൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള എക്സർസൈസ് ഏതാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യം നമ്മളുടെ നല്ല ഇവാലുവേഷന് തയ്യാറാകണം. അതിനുശേഷം പ്രോപ്പർ സ്ട്രെങ്തനിങ് എക്സർസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.